ഹലോ, എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബ്രെഡ് ഉപ്മാ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 4 സ്ലൈസ് ബ്രെഡ്, ഒരു മീഡിയം സൈസ് സവാള, മീഡിയം സൈസ് തക്കാളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില. ഇത്രയും ഇനി അരിഞ്ഞ് വയ്ക്കണം. സവാള ചെറുതായിട്ട് അരിയണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ബ്രെഡും ചെറുതായിട്ട് ഒരുപാട് പൊടിക്കണം, ചെറുതായിട്ട് ഇതുപോലെ കഷ്ണമാക്കി വെക്കണം ബ്രെഡും. പിന്നെ മല്ലിയില അരിഞ്ഞും വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ആ പൊടികൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, പിന്നെ ഒരു ഗരം മസാല 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയാറാകുമ്പോഴത്തേക്കും നമുക്ക് ഉഴുന്ന് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഉഴുന്നില്ലെങ്കിൽ നമുക്ക് കടലപ്പരിപ്പായാലും കുഴപ്പമില്ല. ഉഴുന്നിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കണം. ഇതൊരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ വൈകിട്ട് പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കഴിക്കാം. ബ്രെഡ് എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ എപ്പോഴും. അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് ആയാലും കുഴപ്പമില്ല, നോർമൽ ബ്രെഡ് ആയാലും കുഴപ്പമില്ല. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തു. ഉപ്പ് ചേർത്തിട്ട് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഒരുമാതിരി ഒന്ന് വഴണ്ട് ഇച്ചിരി അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളെടുത്ത് വെച്ച പൊടികളെല്ലാം ആഡ് ചെയ്തു. പൊടികൾ ആഡ് ചെയ്തിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഞാനിവിടെ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. ഗരം മസാല വേണ്ടാത്തവർക്ക് വേറെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മട്ടൺ മസാലയോ ഏതെങ്കിലും മസാല ചേർക്കാം. പിന്നെ ഇത് പൊടികളുടെയൊക്കെ പച്ചമണം മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സവാള അല്ല തക്കാളി ചേർക്കണം. തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് തക്കാളിയും കൂടെ ഇട്ട് മിക്സായി. തക്കാളി ഒരുപാടൊന്ന് വഴറ്റി ഇതാക്കണ്ട. തക്കാളി ഒരുമാതിരി വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയിൽ കുറച്ചെടുത്ത് ഇപ്പം ചേർക്കണം. ഇതും കൂടെ ഇട്ട് വഴറ്റി ഒരുമാതിരി വാടി തുടങ്ങും. മല്ലിയിലയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പം നമ്മൾ പൊടിച്ചു വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അതും കൂടെ ചേർക്കണം. എന്നിട്ട് പയ്യെ ഇനി ഇളക്കി കൊടുക്കാവൂ. ഒരുപാട് ബ്രെഡ് അങ്ങ് പൊടിഞ്ഞു പോകരുത്. എന്നിട്ട് പയ്യെ ബ്രെഡും നമ്മൾ സവാളയൊക്കെ വഴറ്റിയില്ലേ അതും കൂടെ മിക്സ് ചെയ്യണം. ചെറുതായിട്ട് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് പിന്നെ അപ്പോഴത്തേക്കും ബ്രെഡൊക്കെ ബ്രെഡിനെല്ലാം കോട്ടിങ് എല്ലാം പിടിക്കുകയും ചെയ്യും. മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വരും. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.